കരുവാരകുണ്ടിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം 21,000 ചില്ലുവാനം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് ജില്ലാ പഞ്ചായത്തിലേക്ക് കരുവാരകുണ്ടുകാർ വോട്ട് ചെയ്ത് ജയിപ്പിച്ചയച്ച മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ജില്ലാ ജനറൽ സെക്രട്ടറിയും കർമ്മധീരനുമായ മുസ്തഫ അബ്ദുൽ ലത്തീഫാണെന്ന് കെ ന്യൂസിനൊപ്പം. ഈ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം UDF അനുകൂലമായ ഒരു തരംഗം ഉണ്ടായി. അത് ഭരണവിരുദ്ധ വികാരവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണെങ്കിലും കരുവാരകുണ്ടിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ അതൊന്നുമല്ലാതെ മറ്റൊരു തരംഗം തന്നെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്കൊക്കെ കിട്ടിയ ഭൂരിപക്ഷത്തിൻ്റെ കാരണം. എങ്ങനെയാണ് തെരഞ്ഞെടുപ്പിനെ വിലയിരുത്തുന്നത്? ഞാൻ ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത് വലിയ സന്തോഷത്തോടും അതിലേറെ അഭിമാനത്തോടും കൂടിയാണ്. കാര്യം നേരത്തെ നിങ്ങൾ പറഞ്ഞ പോലെ കേരളത്തിൽ പൊതുവേ ഒരു ഭരണവിരുദ്ധ തരംഗം ഉണ്ടായിട്ടുണ്ട്. സ്വാഭാവികമാണ്. കഴിഞ്ഞ കുറേ കാലങ്ങളായി സർക്കാരിൻ്റെ ജനവിരുദ്ധ നിലപാടുകൾക്കെതിരെയുള്ള പൊതുസമൂഹത്തിൻ്റെ വലിയ ഒരു പ്രതിഷേധം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുണ്ട്. കൂട്ടത്തിൽ താങ്കൾ സൂചിപ്പിച്ച പോലെ ഈ കരുവാരക്കുണ്ടിനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഇവിടുത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ UDFൻ്റെ ഒരു സ്ഥാനാർത്ഥിക്ക് കിട്ടേണ്ട വോട്ടിനേക്കാൾ വലിയ ഒരു വോട്ട് കിട്ടിയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാനതിനെ വലിയ ഒരു ആദരവോടുകൂടി കാണുകയാണ്. തീർച്ചയായിട്ടും അതിൻ്റെ ഉത്തരവാദിത്തം വർദ്ധിപ്പിക്കുന്നു എന്നുകൂടി ഞാൻ തിരിച്ചറിയുന്നുണ്ട്. ഇവിടെ മതജാതി രാഷ്ട്രീയ ചിന്തകൾക്ക് അതീതമായിക്കൊണ്ട് ഒരു വലിയ വിഭാഗം ആളുകൾ ഈ തെരഞ്ഞെടുപ്പിൽ UDFനെ അതോടൊപ്പം തന്നെ മത്സരിച്ച സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ എന്നെയും ഒക്കെ പിന്തുണച്ചു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. തീർച്ചയായിട്ടും അതിനനുസരിച്ച് കാരണം ജനങ്ങൾ വലിയ ഒരു മാൻഡേറ്റാണ് നൽകിയത്. അവർക്കൊരു പ്രതീക്ഷയുണ്ടാവും. അവർക്കുള്ള പ്രതീക്ഷകൾക്ക് ഭംഗം വരാത്ത രൂപത്തിലുള്ള ഒരു പ്രവർത്തനവുമായി മുന്നോട്ട് പോകണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അതിന് എൻ്റെ ഉറച്ച വിശ്വാസം ഈ കരുവാരക്കുണ്ട് ഡിവിഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം മലയോര മേഖലയാണ്. കരുവാരക്കുണ്ട്, കാളികാവ്, തുവൂർ പഞ്ചായത്തുകൾ ഉൾക്കൊള്ളുന്ന ഈ ഡിവിഷനിൽ സാധാരണക്കാരുണ്ട്, അതുപോലെ തന്നെ ഇടത്തരക്കാരുണ്ട്, കച്ചവടക്കാരുണ്ട്, മലയോര മേഖലയിൽ താമസിക്കുന്ന ആളുകളുണ്ട്. എല്ലാ വിഭാഗം ആളുകളും തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശമാണ്. സ്വാഭാവികമായും അവരൊക്കെ കണ്ണിൽ കണ്ടുള്ള ഒരു വികസന പ്രവർത്തനം, ഒരു വികസന നയം ഉണ്ടാവണമെന്ന് ആണ് ഞാൻ ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും അതിന് പിറകിൽ നിരന്തരമായ ഒരു യാത്ര നടത്താൻ ഞാൻ ശ്രമിക്കുമെന്നാണ് ഈ സമയത്ത് സൂചിപ്പിക്കാനുള്ളത്. കരുവാരകുണ്ടിനെ സംബന്ധിച്ചിടത്തോളം ഗ്രാമപഞ്ചായത്തിൽ തന്നെ കഴിഞ്ഞ 5 വർഷക്കാലത്തെ വികസന മുരടിപ്പ് അനുഭവിച്ചവരാണ്. ഒട്ടേറെ ഫണ്ടുകൾ, നമ്മുടെ മെയിൻ്റനൻസ് ഫണ്ട് അടക്കമുള്ള 3.25 കോടി രൂപയോളം അവസാന വർഷം പോലും നഷ്ടപ്പെടുത്തിയ ഇടതുപക്ഷത്തിൻ്റെ ഭരണമായിരുന്നു കരുവാരകുണ്ടിലുണ്ടായിരുന്നത്. മാത്രമല്ല സംസ്ഥാനത്തെ 10 വർഷത്തെ ഭരണത്തിൻ്റെ ദുരിതവും അനുഭവിച്ചവരാണ്. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ഇക്കോ വില്ലേജ്, ഇതൊക്കെ വാഗ്ദാനം നൽകിക്കൊണ്ട് ഇത് മനോഹരമാക്കുമെന്നുള്ള വാഗ്ദാനം നൽകിക്കൊണ്ടായിരുന്നു ഇടതുപക്ഷം ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ തവണ അധികാരത്തിൽ ഇത് ഈ രീതിയിൽ ആകെ തയ്യാറാക്കിയെന്നല്ലാതെ ഇതൊരു ഉദാഹരണമാണ്. കരുവാരകുണ്ടിൻ്റെ എല്ലാ വികസന കാര്യങ്ങളിലും കഴിഞ്ഞ 5 വർഷത്തെ ഭരണം തകരാറാക്കുകയാണ് ചെയ്തത്. അപ്പം വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ജില്ലാ പഞ്ചായത്തിനെയും ബ്ലോക്ക് പഞ്ചായത്തിനെയും ഗ്രാമപഞ്ചായത്തിനെയും ഇവിടുത്തെ വോട്ടർമാർ ജനങ്ങൾ നോക്കിക്കാണുന്നത്. അവരോട് എന്താണ് അടുത്ത പദ്ധതിയെക്കുറിച്ച്, ലക്ഷ്യത്തെക്കുറിച്ച് പറയാനുള്ളത്? തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്ന ഒരു സാഹചര്യത്തിൽ രാഷ്ട്രീയ പാർട്ടികളും മുന്നണികളുമൊക്കെ പറയുന്നൊരു സംഗതിയുണ്ട്. നമ്മൾ 4 വോട്ട് കിട്ടാൻ വേണ്ടി നമ്മളെക്കൊണ്ട് കഴിയാത്ത രൂപത്തിലുള്ള വാഗ്ദാനങ്ങൾ നൽകി ജനങ്ങളോട് സംവദിക്കുക എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ അതൊരു വഞ്ചനയാണ്. നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങൾ അവരോട് പറയുക. അപ്പോൾ നേരത്തെ നിങ്ങൾ നമ്മുടെ ഈ ഇക്കോ വില്ലേജുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു. നമ്മളൊരു കാര്യം പറഞ്ഞാൽ അത് നടത്തിയെടുക്കാനുള്ളൊരു നിശ്ചയദാർഢ്യം നമ്മളെ സംബന്ധിച്ച് തീർച്ചയായിട്ടും ഉണ്ടാവേണ്ടതുണ്ട്. കഴിഞ്ഞ 5 വർഷത്തെ ഇടതുപക്ഷ ഭരണം കരുവാരക്കുണ്ട് പഞ്ചായത്തിൽ അവർ നടത്തിയ രീതി ഞാൻ മനസ്സിലാക്കുന്നത് അവർക്ക് തന്നെ ഒരിക്കലും നടപ്പിലാക്കാൻ കഴിയാത്ത രൂപത്തിലുള്ള പല കാര്യങ്ങളും പറഞ്ഞു. പക്ഷേ ചെയ്യാൻ പറ്റുമായിരുന്ന കാര്യങ്ങൾ പോലും ചെയ്തില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഇക്കോ വില്ലേജിൻ്റെയൊക്കെ കാര്യത്തിൽ കരുവാരക്കുണ്ടിനെ സംബന്ധിച്ച് അവരുടെ ഈ പ്രദേശത്തെ ഒരുപാട് ആളുകൾ, ആയിരക്കണക്കിന് ആളുകൾ വന്നു പോകുന്നൊരു പ്രദേശമാണ് ഇക്കോ വില്ലേജ്. നമ്മുടെ ഈ നാടിൻ്റെ ഒരു ഒരു മുഖമാണ് സത്യം പറഞ്ഞാൽ. ഈ വിഷയത്തിൽ അവർ തീരെ ശ്രദ്ധിച്ചില്ല. ഈ വിഷയത്തിലെന്ന് മാത്രമല്ല പല വിഷയങ്ങളിലും ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യാൻ പറ്റുമായിരുന്ന പല കാര്യങ്ങളും പല മേഖലകളും അവർ ശ്രദ്ധിച്ചില്ല എന്നുള്ളതാണ്. കൂട്ടത്തിൽ അഴിമതിയുടെ കഥകൾ വന്നു, അതുപോലെ തന്നെ അത് സംബന്ധമായിട്ടുള്ള വാർത്തകൾ വന്നു. ഇതൊക്കെ സ്വാഭാവികമായി ജനങ്ങളെ സംബന്ധിച്ച് അവർക്ക് പ്രയാസമുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. പണ്ടത്തെ പോലെയല്ല, ജനങ്ങളൊക്കെ പ്രബുദ്ധരാണ്. ഒരു കാര്യം പറഞ്ഞാൽ അത് പിറ്റേ ദിവസം അതല്ലെങ്കിൽ അതിൻ്റെ പിറ്റേ ദിവസം മറന്നു പോകുന്ന ആളുകളല്ല. അതിനുള്ള മാധ്യമങ്ങളും ഈ കാലത്തുണ്ട്. നമ്മൾ പറഞ്ഞു വെക്കുന്ന കാര്യങ്ങളൊക്കെ അവർക്ക് എത്ര വർഷം കഴിഞ്ഞാലും അവിടെ മുമ്പിലേക്ക് വരാൻ പറ്റുന്ന സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളത് പൊതുപ്രവർത്തകരെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് ഭരണ സംവിധാനത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളുകളെ സംബന്ധിച്ച് തീർച്ചയായിട്ടും ഉണ്ടാവേണ്ട ഒരു കാര്യമാണ്. കഴിഞ്ഞ 5 വർഷത്തെ
കരുവാരക്കുണ്ടിലെ ഇടത് ഭരണസമിതിയെ സംബന്ധിച്ച് നേരത്തെ കേരള സംസ്ഥാന സർക്കാരിനെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ ഇവിടെയും പ്രാദേശികമായി അതുണ്ടായില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. തീർച്ചയായിട്ടും അതിൻ്റെ കൂടി വലിയൊരു മാൻഡേറ്റാണ്, ഒരു പ്രതിഷേധമായി ഇവിടെ ഐക്യജനാധിപത്യ മുന്നണിക്ക് വന്നിട്ടുള്ളത്. നോക്കൂ നിങ്ങൾ, 24 സീറ്റിൽ 21 സീറ്റും ഐക്യജനാധിപത്യ മുന്നണിയാണ്, മൃഗീയ ഭൂരിപക്ഷത്തോടു കൂടിയാണ്. ഒരുപക്ഷെ കഴിഞ്ഞ അരനൂറ്റാണ്ടോളം കാലമായി എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത്. കക്ര പോലെയുള്ള വാർഡൊക്കെ ഐക്യജനാധിപത്യ മുന്നണി വിജയിച്ചു വരിക എന്ന് പറഞ്ഞാൽ അത് ജനങ്ങളുടെ UDF-നോടുള്ള ഒരു വിശ്വാസവും അതോടൊപ്പം തന്നെ LDF-നോടുള്ള ഒരു പ്രതിഷേധവുമാണ്. കാര്യങ്ങൾ നടത്തിയെടുക്കാൻ പ്രാപ്തിയുള്ളവർ ഐക്യജനാധിപത്യ മുന്നണിയാണ് എന്ന് ജനങ്ങൾ വിലയിരുത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ വലിയ ഒരു മാൻഡേറ്റ് ഉണ്ടായിട്ടുള്ളത്. തീർച്ചയായിട്ടും ആ വഴിയിൽ പോകാൻ പ്രാപ്തമായ ഒരു നേതൃത്വം കരുവാരക്കുണ്ട് പഞ്ചായത്തിനെ സംബന്ധിച്ച് ഐക്യജനാധിപത്യ മുന്നണിക്കുണ്ട്. അതുപോലെ തന്നെ ഈ ഡിവിഷനിലെ കാളികാവിലും തുവൂരിലുമൊക്കെ ഐക്യജനാധിപത്യ മുന്നണിയാണ് ഭരണത്തിലേറാൻ വേണ്ടി പോകുന്നത്. അവിടെയൊക്കെ ഈ പറഞ്ഞ പോലെയുള്ള നല്ല പ്രാപ്തിയുള്ള ലീഡേഴ്സുണ്ട്, ഭരണസമിതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുണ്ട്. ഒരു ദിശാബോധത്തോടു കൂടി കൃത്യമായ ഒരു പ്ലാനിങ്ങോടുകൂടി ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങൾ ജനങ്ങളോട് പറഞ്ഞ് അത് മാക്സിമം ചെയ്യാൻ വേണ്ടിയുള്ള വലിയ പരിശ്രമവുമായിക്കൊണ്ട് ഈ 3 പഞ്ചായത്തിലും ജനപ്രതിനിധികളുണ്ടാവും. കൂട്ടത്തിൽ അവിടെ കൂടെ നിൽക്കുന്ന ജില്ലാ പഞ്ചായത്ത് പ്രതിനിധി എന്നുള്ള നിലയിൽ ഞാനും ഉണ്ടാവും എന്നാണ് ഈ സമയത്ത് സൂചിപ്പിക്കാനുള്ളത്. കഴിഞ്ഞ തവണ ജില്ലാ പഞ്ചായത്ത് പ്രതിനിധി BP ജസീറ ഒട്ടേറെ കാര്യങ്ങൾ കരുവാരക്കുണ്ടിന് വേണ്ടിയിട്ട് നടപ്പിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഹൈസ്കൂളിൻ്റെ കാര്യത്തിലാണെങ്കിലും റോഡുകളുടെ കാര്യത്തിലൊക്കെ. അതിനേക്കാൾ കൂടുതൽ പ്രതീക്ഷയോടുകൂടിയാണ് ഇക്കുറി ജനങ്ങൾ അങ്ങേ കാണുന്നത്. എന്തെല്ലാം പദ്ധതികളാണ് ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാമെന്ന് ഉദ്ദേശിക്കുന്നത്? ഒരു ജനപ്രതിനിധി ആവുമ്പോൾ സ്വാഭാവികമായും നമ്മൾ ജനങ്ങളുമായി കൂടുതൽ കമ്മിറ്റഡ് ആവുകയാണ്. തീർച്ചയായിട്ടും അവർക്ക് വലിയ പ്രതീക്ഷകളുണ്ടാവും, സ്വപ്നങ്ങളുണ്ടാവും. ആ സ്വപ്നങ്ങളുടെ കൂടെ പരമാവധി ചേർന്ന് നിൽക്കുക എന്നുള്ളത് ഒരു പൊതുപ്രവർത്തകൻ ചെയ്യേണ്ട, പ്രത്യേകിച്ച് ജനപ്രതിനിധി ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഈ വികസനം എന്ന് പറയുന്നത് നമുക്കറിയാം ഏതെങ്കിലും കാലത്തേക്കുള്ളതല്ല, അത് ലോകാവസാനം വരെ ഉണ്ടാവേണ്ട ഒരു പ്രക്രിയയാണ്. ഓരോ കാലത്തിനനുസരിച്ചുള്ള വികസന നയങ്ങളുണ്ടാവണം, വികസന കാഴ്ചപ്പാടുണ്ടാവണം, പദ്ധതികളുണ്ടാവണം. അപ്പോഴേ സത്യം പറഞ്ഞാൽ വികസനം പൂർണ്ണമാവുന്നുള്ളൂ. അതിൽ തന്നെ വികസനം എന്ന് പറയുമ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ ഇവിടെ നമ്മുടെ ഈ മേഖലയിലൊക്കെ തന്നെ ജില്ലാ പഞ്ചായത്താണെങ്കിലും അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്താണെങ്കിലും ഗ്രാമപഞ്ചായത്തുകളൊക്കെ തന്നെ നേരത്തെ ഇവിടെ UDF അധികാരത്തിൽ നിന്നിട്ടുണ്ട്. ആ സമയത്തൊക്കെ ചെയ്തു വന്നിട്ടുള്ള ഒരുപാട് വികസന പ്രവർത്തനങ്ങളുണ്ട്. അതിൻ്റെ ഒരു തുടർച്ച സ്വാഭാവികമായിട്ടും ഉണ്ടാവണം. പ്രത്യേകിച്ച് നമ്മുടെ അടിസ്ഥാന മേഖലകളായ ഗതാഗതം, അതുപോലെ തന്നെ വെള്ളം, വൈദ്യുതി, വിദ്യാഭ്യാസം, ഇത്തരം കാര്യങ്ങളിലൊക്കെ അടിസ്ഥാനപരമായിട്ട് നമ്മൾ ഏറ്റവും പ്രാഥമികമായ നമ്മുടെ ആവശ്യങ്ങളാണ്. ആ വഴിയിൽ നിരന്തരമായി സംഭവിച്ചുകൊണ്ടിരിക്കേണ്ട വികസന പ്രവർത്തനങ്ങളും മുന്നേറ്റങ്ങളും ഉണ്ടാവണം. തീർച്ചയായിട്ടും അതിൻ്റെ ഒരു വഴിയിൽ കഴിയുന്ന ഇടപെടലുകൾ നടത്താൻ ഞാൻ വലിയ പരിശ്രമം നടത്തും. കൂട്ടത്തിൽ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നൊരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം, ഈ വികസനം എന്ന് പറയുന്നത് നമ്മൾ ഈ കണ്ണുകൊണ്ട് കാണുന്ന കല്ലിലും അതുപോലെ തന്നെ സിമൻറ്റിലും കമ്പിയിലും മാത്രം പടുത്തുയർത്തുന്ന ഏതെങ്കിലും കോൺക്രീറ്റ് സൗധങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ മുമ്പിൽ കാണുന്ന ഒരു റോഡ്, ഇത്തരം കാര്യങ്ങൾ മാത്രമല്ല വികസനം എന്ന് പറയുന്നത്. വികസനം എന്ന് പറയുന്നത് സമഗ്രമാണ്. അതിൽ ഞാൻ വിശ്വസിക്കുന്നത് ഒരു വ്യക്തിയെ സംബന്ധിച്ച് ആ വ്യക്തിയുടെ വികാസം പോലും വികസനമായിട്ട് കാണുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഒരു വ്യക്തി തൊട്ട് നാട് മൊത്തം വികസിക്കുമ്പോഴേ നമുക്ക് യഥാർത്ഥത്തിൽ വികസനം വന്നു എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ഒരുപാട് വലിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്നല്ല, പക്ഷേ നമ്മളെ കൊണ്ട് കഴിയുന്ന ചില സംഗതികളുണ്ട്. നമ്മളൊരു സ്പാർക്ക് ഇട്ടുകൊടുക്കുക എന്നുള്ള ഒരു സംഗതി പോലുമുണ്ട്. ഉദാഹരണത്തിന് ഒരു വ്യക്തിയെ സംബന്ധിച്ച് ആ വ്യക്തിയുടെ മാനസികാവസ്ഥയെ പ്രചോദിപ്പിക്കുക എന്ന് പറയുന്നത്, അതൊക്കെ സത്യം പറഞ്ഞാൽ നമ്മുടെ ഈ സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നൊരു സംഗതിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മളിവിടെ അടിസ്ഥാന മേഖലകൾ വികസിക്കണം. അതോടൊപ്പം തന്നെ നമ്മുടെ നാട് മാറിക്കൊണ്ടിരിക്കുകയാണ്, കാലം മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് എന്താ പറയുക, മരണപ്പെട്ടു പോയ ആളുകൾ പോലും ഇന്ന് എത്രയോ വർഷങ്ങൾക്ക് ശേഷം, പതിറ്റാണ്ടുകൾക്ക് ശേഷം അവരുടെ പേരക്കുട്ടികളോടും മറ്റുമൊക്കെ സംസാരിക്കുന്ന കാലമാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പോലെയുള്ള അതിനൂതന സാങ്കേതിക വിദ്യകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വികസനത്തിൻ്റെയും അതുപോലെ തന്നെ പുരോഗമനത്തിൻ്റെയും ഒക്കെ കാഴ്ചപ്പാടുകളും അതിൻ്റെ പാറ്റേണും ഒക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള കാര്യങ്ങളിലേക്കൊക്കെ നമുക്ക് യാത്ര ചെയ്യേണ്ടതുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ വളർന്നു വരുന്ന തലമുറ വലിയ കപ്പാസിറ്റി ഉള്ള ആളുകളാണ്. വലിയ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും ഊഹിക്കാൻ കഴിയാത്ത രൂപത്തിലാണ് അവരുടെ ബ്രെയിൻ പോയിക്കൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ നമ്മൾ അവരൊന്നും പല സമയത്തും കാണേണ്ട രൂപത്തിൽ കാണുന്നില്ല എന്നുള്ളതാണ്. കലാകായിക മേഖലകളിൽ അതുപോലെ തന്നെ സാംസ്കാരിക മേഖലകളിലൊക്കെ നല്ല പ്രതിഭാശാലികളായ കുട്ടികളുണ്ട് വിദ്യാഭ്യാസ മേഖലയിൽ. അപ്പോൾ അത്തരം ആളുകൾക്കൊക്കെ ഒരു പ്രചോദനം, കാരണം അവരൊക്കെയാണ് നാളെ ഈ നാടിൻ്റെ നായകന്മാരും നായികമാരുമായിട്ട് വരേണ്ട ആളുകൾ. അപ്പോൾ അവർക്കൊരു പ്രചോദനം കിട്ടുന്ന രൂപത്തിൽ നമ്മൾ അവരുമായി ചേർന്ന് അവർക്ക് പറ്റാവുന്ന പദ്ധതികൾ നടപ്പിലാക്കുക, അവർക്ക് പ്രചോദനം കൊടുക്കാൻ പറ്റാവുന്ന എന്തെങ്കിലും പരിപാടികൾ സംഘടിപ്പിക്കുക, അവരെയൊക്കെ ഒന്ന് ചേർത്ത് പിടിക്കുക. അതോടൊപ്പം തന്നെ നല്ല യുവതി യുവാക്കൾ, നല്ല കഴിവുള്ള പ്രതിഭയുള്ള യുവതി യുവാക്കളുണ്ട്.
അവർക്ക് പറ്റാവുന്ന രൂപത്തിലുള്ള എന്തെങ്കിലും പദ്ധതികൾ നടപ്പിലാക്കാൻ സാധിക്കുമോ, അവരെ പൊതുസമൂഹത്തിൻ്റെ മുമ്പിലേക്ക് കൂടുതൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെ പരിപാടികൾ നടത്താൻ പറ്റും എന്നൊക്കെ നമുക്ക് ആലോചിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ മുതിർന്ന ആളുകളുണ്ട്, നമുക്കൊരിക്കലും അവഗണിക്കാൻ പറ്റാത്ത ആളുകളാണ്. കാരണം ഇന്നത്തെ ഈ ഒരു മണ്ണ് ഇങ്ങനെ ഒരുക്കിയെടുത്തത് അവരാണ്. അവർ പിന്നെ കൊണ്ട വെയിലാണ് സത്യം പറഞ്ഞാൽ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഈ തണുപ്പെന്ന് പറയുന്നത് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു സംഗതിയാണത്. അപ്പോൾ അവരുണ്ടാക്കിയെടുത്തിട്ടുള്ള വിളവ് പിന്നെ കഷ്ടപ്പെട്ടുണ്ടാക്കിയത് വിളവാണ് ഇന്ന് സത്യം പറഞ്ഞാൽ ഇന്നത്തെ തലമുറ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരാഗ്രഹിക്കുന്നത് ഒരു താങ്ങും തണലുമാണ്. അപ്പോൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു താങ്ങും തണലും ആവാൻ കഴിയുന്ന, അവർക്കൊരു ആശ്വാസമാകാൻ കഴിയുന്ന രൂപത്തിൽ എന്തൊക്കെ പരിപാടികളും പദ്ധതികളും നടപ്പിലാക്കാൻ പറ്റും, ഇതുപോലെയുള്ള കുറേ ആലോചനകളൊക്കെ നടത്തണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഒരുപക്ഷെ സാഹചര്യങ്ങളൊക്കെ വ്യത്യസ്തമായിരിക്കും. പക്ഷേ എന്നിരുന്നാലും കഴിവിൻ്റെ പരമാവധി ഇത്തരം മേഖലകളിലേക്കൊക്കെ തന്നെ ഒരു യാത്ര നടത്താനും അതിൻ്റെ പിറകിൽ പറ്റാവുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്തണമെന്നാണ് ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ ഈ കരുവാരക്കുണ്ട് എന്ന് പറയുമ്പോൾ മലയോര മേഖലയാണ്. മലയോര മേഖലയിലെ ജനങ്ങളെ സംബന്ധിച്ച് അവരുടെ ആശങ്കകളും അതുപോലെ തന്നെ മറ്റ് പ്രയാസങ്ങളുമൊക്കെ ഉണ്ട്. അതിനൊക്കെ നമ്മൾ ഒരുപക്ഷെ വലിയ കാര്യങ്ങളൊന്നും ചെയ്തു കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും അവരുടെ കൂടെ മാനസികമായി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് നിൽക്കുക എന്നുള്ളത് പോലും ഒരു കാര്യമാണ്. അപ്പോൾ അത്തരം വിഷയങ്ങളിലൊക്കെ സാധാരണക്കാരുണ്ട്, കൂലിപ്പണിക്കാരുണ്ട്, ഇടത്തരക്കാരുണ്ട്, കച്ചവടക്കാരുണ്ട്, എല്ലാ വിഭാഗം ആളുകളുമുണ്ട്. അപ്പോൾ എല്ലാവരെയും അഡ്രസ്സ് ചെയ്യുന്ന രൂപത്തിലുള്ള ഒരു പ്രവർത്തനം കഴിവിൻ്റെ പരമാവധി നടത്തണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അതിനുള്ള ഒരു വലിയ സപ്പോർട്ട് ഉണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്. ഒരു ജില്ലാ പഞ്ചായത്ത് മെമ്പർ എന്നുള്ള നിലയിൽ ജില്ലാ പഞ്ചായത്തിൽ നിന്ന് കിട്ടുന്ന എന്താ പറയുക, നമ്മൾ വികസന ഫണ്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിനപ്പുറം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഗ്രാമപഞ്ചായത്തുണ്ട്, ബ്ലോക്ക് പഞ്ചായത്തുണ്ട്, MLA ഉണ്ട്. MLA സംബന്ധിച്ച് നമുക്കറിയാം ശ്രീ AP അനിൽകുമാർ. അദ്ദേഹം കഴിഞ്ഞ കുറേ കാലമായി ഈ വണ്ടൂർ നിയോജക മണ്ഡലത്തിൻ്റെ മുഖച്ഛായ മാറ്റുന്നതിൽ ഏറ്റവും ശ്രദ്ധേയമായ പങ്ക് വഹിച്ച ഒരു വലിയ മനുഷ്യനാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ വികസന സങ്കല്പങ്ങളുണ്ട്. അപ്പോൾ അത്തരം ആളുകൾ, അതുപോലെ നമ്മുടെ MP പ്രിയങ്ക ഗാന്ധി, നേരത്തെ ശ്രീ രാഹുൽ ഗാന്ധി, ഇത്തരം അധികാര കേന്ദ്രങ്ങളുമായി ഒക്കെ ബന്ധപ്പെട്ടുകൊണ്ട് പരമാവധി ഈ ഡിവിഷനിലേക്ക് എന്തൊക്കെ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ കൊണ്ടുവരാൻ കഴിയും എന്നുള്ള ഒരു അന്വേഷണം നടത്തും. അതിൻ്റെ പിറകെ നിരന്തരമായി യാത്ര ചെയ്യുമെന്നാണ് എനിക്ക് കരുവാരക്കുണ്ടിൽ നിന്ന് എനിക്ക് വോട്ട് ചെയ്ത, അതുപോലെ തന്നെ വോട്ട് ചെയ്യാതെ സഹകരിച്ച മാനസികമായി ഐക്യദാർഢ്യപ്പെട്ട ആളുകളൊക്കെ ഉണ്ടാവും. അവർ മൊത്തത്തിൽ കരുവാരക്കുണ്ട് ഡിവിഷനിലെ ആളുകളോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, വികസന കാര്യങ്ങളിൽ ഒട്ടേറെ സ്വപ്നങ്ങളും സങ്കല്പങ്ങളും കാഴ്ചപ്പാടുകളുമുള്ള മുസ്തഫ അബ്ദുൽ ലത്തീഫ് എന്ന് പറയുന്ന വ്യക്തിയെ കരുവാരക്കുണ്ടിൻ്റെ ജനപ്രതിനിധിയായി കിട്ടിയത് ഒരു ഭാഗ്യമായി തോന്നുന്ന നാളുകൾ ഇനി ഉണ്ടാകട്ടെ എന്നാഗ്രഹിക്കുകയാണ്. അദ്ദേഹം നല്ലൊരു പരിസ്ഥിതി സ്നേഹിയും പ്രകൃതിയോട് ഒട്ടേറെ താതാത്മ്യം പ്രാപിക്കുന്ന ചിന്തകളുമുള്ള വ്യക്തിയാണെന്ന് മുമ്പൊരിക്കൽ സംസാരിച്ചപ്പോൾ അറിയാനിട വന്നു. അതെല്ലാം നമുക്ക് ഉപയോഗപ്രദമാകട്ടെ. KNewsൻ്റെ ആശംസകൾ. താങ്ക് യു.